ഇഫക്ട് ന്യൂസിലേക്ക് ഇവർക്കും സുസ്വാഗതം. നമ്മൾ ഇത്തവണ ആറ്റുകാൽ പൊങ്കാല 2026 ബന്ധപ്പെട്ട് ഉള്ളൊരു പ്രാഥമിക മീറ്റിംഗാണ് ഇന്ന് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ മീറ്റിങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ തവണ നമ്മൾ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് 3 മീറ്റിങ്ങുകൾ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് വിവിധ സമയങ്ങളിൽ നടത്താറുണ്ട്. ഈ പ്രാഥമികമായ മീറ്റിങ്ങിലാണ് നമ്മൾ ഈ വരുന്ന മാർച്ച് 3 നടക്കുന്ന ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് എടുക്കേണ്ട ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും വിവിധ വകുപ്പുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ സംബന്ധിച്ചുള്ള പ്ലാനുകൾ ഏതൊക്കെയെന്ന് പ്ലാൻ ചെയ്യുകയും അത് അറിയിക്കുകയും അതിന് റിവ്യൂ ആണ് വരും മീറ്റിങ്ങുകളിൽ നമ്മൾ റിവ്യൂ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായി ബഹുമാനപ്പെട്ട മേയറെ ഞാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്ന് ചുമതലയേറ്റ് ഒരാഴ്ച പൂർത്തിയായിട്ടില്ല. നാളെ ഒരാഴ്ച ആവുകയുള്ളൂ, നാളെ ഉച്ചയ്ക്കാകുമ്പോഴേ ആവുകയുള്ളൂ. എന്തായാലും ആദ്യം ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ എല്ലാവരും ഞാൻ ഈ മീറ്റിങ്ങിലേക്ക് കോർപ്പറേഷൻ ക്ഷണമനുസരിച്ച് വന്ന എല്ലാവരെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം ആറ്റുകാൽ പൊങ്കാലയുടെ തയ്യാറെടുപ്പുകളെ കുറിച്ചുള്ള ചർച്ചയുടെ യോഗം തന്നെയാണ് നമുക്ക് വിളിക്കാൻ സാധിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ ഭരണസമിതിയുടെ നേതൃത്വത്തിലിരിക്കുന്നവരൊക്കെ ഇത്തരത്തിൽ ആറ്റുകാൽ പൊങ്കാല നടത്തിപ്പിന് നേതൃത്വം കൊടുക്കുന്ന ആദ്യമായിട്ടാണ്. മറ്റു പല കാര്യങ്ങളിലും സഹായികളായിട്ടും അതോടൊപ്പം തന്നെ കൗൺസിലർമാരൊക്കെ ആയിട്ട് പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ആ വസ്തുത കൃത്യമായ ബോധ്യത്തോടെയാണ് വളരെ നേരത്തെ തന്നെ ഇത്തരത്തിലൊരു മീറ്റിംഗ് വിളിക്കാൻ വേണ്ടി ഭരണസമിതി തയ്യാറായിട്ടുള്ളത്. ഇതിന് മുന്നോടിയായി ഇന്നലെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ എത്തുകയും അവിടുത്തെ ട്രസ്റ്റിൻ്റെ ചുമതലപ്പെട്ടവരുമായിട്ട് വളരെ വിശദമായിട്ട്, ട്രസ്റ്റിൻ്റെ ഭാഗത്ത് സെക്രട്ടറി ഉണ്ട്, അതുപോലെ തന്നെ പ്രസിഡൻറ്റ് ഉണ്ട്, 2 പേരുണ്ട്, ചെയർമാനുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 3 പേര് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ട്രസ്റ്റിൻ്റെ മറ്റുള്ള മുതിർന്ന ആൾക്കാരുമൊക്കെ ആയിട്ട് ഇന്നലെ ഒരുമിച്ച് വളരെ വിശദമായ ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലൊരു മീറ്റിംഗ് വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. മാർച്ച് 3 പൊങ്കാല എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. അപ്പോൾ യാതൊരു തരത്തിലുള്ള പോരായ്മയും കൂടാതെ ഇപ്പോഴത്തെ തയ്യാറെടുപ്പ്, മുൻപൊക്കെ തന്നെ വളരെ നന്നായിട്ട് പൊങ്കാല നടത്തിയുള്ള വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗസ്ഥരാണ് ഇവിടെ എല്ലാ തരത്തിലും ഉള്ളത്. അതുപോലെ തന്നെ ട്രസ്റ്റിൻ്റെ മുതിർന്ന ആൾക്കാരൊക്കെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ആ തയ്യാറെടുപ്പുകളും അതോടൊപ്പം തന്നെ കൂടുതൽ മെച്ചമായിട്ട് ഈ വർഷത്തെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് തരത്തിൽ നടത്തുവാൻ സാധിക്കുമെന്നുള്ള ആലോചനയും ചർച്ചയും ഒക്കെ തന്നെയാണ് നടത്തേണ്ടത്. അത് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളിലൂടെ വരാനുള്ളത്, ആരൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് സെക്രട്ടറി ഒന്ന് എടുത്തതിന് ശേഷം നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം. നമുക്ക് പോലെ എല്ലാ വകുപ്പുകളും ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് അവരവരുടെ പ്ലാനുകൾ ഉണ്ടാക്കാറുണ്ട്, എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കാറുണ്ട്. അതിനുള്ള എസ്റ്റിമേറ്റുകൾ കളക്ടറേറ്റിൽ കൊടുത്തുകൊണ്ട് ഫണ്ട് റിക്വസിഷൻ നൽകി വാങ്ങിയെടുത്ത് മുൻകൂട്ടി തന്നെ AS വാങ്ങി ടെൻഡർ ചെയ്ത് നടപടികൾ സ്വീകരിക്കാറുണ്ട്. ഓരോ വകുപ്പുകളെയും വിളിക്കാം, അതനുസരിച്ചിട്ട് അവരവരുടെ പ്ലാനുകൾ പറഞ്ഞു പോകേണ്ടതാണ്. ആദ്യമായി നമുക്ക് ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ, ആറ്റുകാൽ ഭഗവതി ടെമ്പിൾ ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ കേൾക്കാം. സാധാരണ നമ്മൾ ചെയ്യുന്നത് നേരത്തെ ചെയ്ത ഇത്രയും കാര്യങ്ങൾ ഇത്ര തന്നെയാണല്ലോ. വർക്കുകളുമായി ബന്ധപ്പെട്ട് സാധാരണ നമ്മൾ ലിസ്റ്റ് വാങ്ങുകയും അത് AS നൽകുകയും ചെയ്യുമായിരുന്നു. എസ്റ്റിമേറ്റ് തരുന്ന മുറയ്ക്കാണ് സർ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് പറയാമോ? എനിക്ക് മറ്റ് HOD ഈ എഞ്ചിനീയേഴ്സിനൊക്കെ അതാത് മേഖലകളിൽ അതുപോലെ വിവിധ വകുപ്പുകൾക്ക് വാട്ടർ അതോറിറ്റിക്കും മറ്റുമൊക്കെ എസ്റ്റിമേറ്റ് എന്ന് തരണമെന്നും അതിന് എത്രയും പെട്ടെന്ന് തരണം സർ. അതാണ് സാധാരണഗതിയിൽ അത് അവർ തന്നെ ചെയ്യാറാണ് പതിവ്. അതെ. അപ്പോൾ നമുക്ക് 2 മാസമാണ് പരമാവധി നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്. അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ എല്ലാവരും എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കി കളക്ടറേറ്റിലേക്ക് കൊടുത്ത് AS വാങ്ങുന്ന നടപടി എടുക്കേണ്ടതാണ്. നിലവിലുള്ള ഉദ്യോഗസ്ഥർക്ക് അറിയാം കഴിഞ്ഞ വർഷങ്ങളിൽ എത്രമാത്രമാണ് നമ്മൾ വർക്കുകൾ വെച്ചു എന്നുള്ളത്. ഏകദേശം 32 വാർഡുകൾ ആയിരുന്നു ആദ്യ കാലങ്ങളിലൊക്കെ. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ നോക്കുമ്പോൾ 52 വാർഡുകളിലേക്ക് ആറ്റുകാൽ പൊങ്കാല കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളിലെല്ലാം തന്നെ റോഡുകൾ വൃത്തിയായി കിടക്കണം, അതുപോലെ സ്വേജ് ലൈനുകൾ ബക്കറ്റ് ക്ലീനിങ് പൂർത്തിയാക്കണം, കുടിവെള്ളവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യണം, പിന്നെ ചില്ലകൾ വെട്ടാനുണ്ടെങ്കിൽ KSEBയുടെ വിഷയങ്ങളുണ്ടെങ്കിൽ ഇതൊക്കെ പരിഹരിക്കണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എസ്റ്റിമേറ്റുകൾ കളക്ടറേറ്റിൽ നൽകാനുള്ളവർ അടിയന്തരമായി നൽകുക. കോർപ്പറേഷനിലെ കൗൺസിലർമാരോട് സംസാരിച്ചുകൊണ്ട് ബന്ധപ്പെട്ട
സർക്കിൾ എഞ്ചിനീയേഴ്സും അത് നൽകേണ്ടതാണ്. ഒരു മിനിറ്റ് ചെയ്യാമോ? ഞാൻ ജനറലായിട്ടുള്ള ഒരു കൺസെപ്റ്റ് പറയാം. പൊതുവെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വന്നതും ഞങ്ങളുടെയൊക്കെ ചർച്ചകളിൽ വന്ന ഒരു കാര്യം പറയാം. നമ്മളിപ്പോൾ ഇന്നലെ ഡിസംബർ 31 തന്നെ ട്രസ്റ്റിൻ്റെ ചുമതലയുള്ളവരുമായിട്ട് ഒരുമിച്ചിരുന്നിരുന്നു. ഇന്നിപ്പോൾ ജനുവരി 1 തയ്യാറെടുപ്പിന് വേണ്ടി നമ്മൾ ഇരിക്കുകയാണ്. മാർച്ച് 3 പൊങ്കാല. ജനുവരിയും ഫെബ്രുവരിയും പൂർണ്ണമായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ട്. ഒരു കാരണവശാലും പ്രവർത്തനം ഡിലേ വരുത്താൻ പാടില്ല. ഇത്രയും നേരത്തെ ഇരുന്നത് തന്നെ പൊങ്കാലയുടെ തലേദിവസം കൊണ്ട് ടാറിങ് അവസാനിപ്പിക്കാനോ 2 ദിവസം മുമ്പ് ടാറിങ് അവസാനിപ്പിക്കാനോ, പൊങ്കാലയിടാൻ വരുന്നവരുടെ ശരീരത്തിലും ഡ്രസ്സിലും ഒക്കെ തന്നെ ടാറ് പറ്റിപ്പിടിച്ച് പോവുക, യാദൃച്ഛ്യമായിട്ട് മഴ പെയ്യുകയാണെങ്കിൽ മഴയത്തുണ്ടെന്ന് ടാർ ചെയ്യുക, ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല, പറ്റില്ല. അത് പൊങ്കാലയുടെ കാര്യത്തിൽ മാത്രമല്ല, ഒരിടത്തും മഴയത്ത് ടാർ ചെയ്യുക, അവസാന നിമിഷം ബില്ല് പാസ്സാക്കുന്നതിൻ്റെ തലേദിവസം കൊണ്ട് ടാർ ചെയ്യുക നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആസ് എർലി ആസ് പോസിബിൾ സെക്രട്ടേറിയറ്റ് ആലോചിച്ചിട്ട് ആവശ്യമെങ്കിൽ ഒരു കട്ട് ഓഫ് ഡേറ്റിൽ നിന്ന് പറയേണ്ടതായിട്ടുണ്ട്. അതിനു മുമ്പ് ചെയ്യേണ്ട വർക്കുകളുടെ ഡീറ്റെയിൽസ് കൊടുക്കും. ഹറി ബെറിയായിട്ട് പണം ചെലവാക്കി ഏതെങ്കിലും തരത്തിൽ കാട്ടിക്കൂട്ടി ബില്ല് മാറി പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത്രയും നേരത്തെ മീറ്റിംഗ് വിളിക്കുന്നത്. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ബാക്കി കാര്യങ്ങളിൽ മറുപടി പറയാനും ഡേറ്റ് പറയാനും. സൗത്ത് ഡിവിഷൻ കഴിഞ്ഞ തവണത്തെ പോലെയാണ് നമ്മൾ എസ്റ്റിമേറ്റ് എടുത്തിട്ടുള്ളത്. ടാപ്പുകളുടെ എണ്ണം കൂടുതലൊക്കെ വേണമെങ്കിൽ നമുക്കത് കൗൺസിലർ ആലോചിക്കാം. നമ്മൾ എസ്റ്റിമേറ്റുകൾ കൊടുക്കുമ്പോഴേ ബന്ധപ്പെട്ട കൗൺസിലർമാരും കൂടെ ആലോചിക്കണം എന്നുള്ളതാണ് ഒരു അഭിപ്രായം. അത് റോഡിന്റെ വർക്കല്ലേ? അല്ല, എല്ലാവർക്കും ഇപ്പം എവിടെയാണ് വയ്ക്കുന്നത്, ചിലപ്പോൾ പൊങ്കാലിരിക്കുന്ന സ്ഥലത്ത് പൊതു പൈപ്പ് കാണൂല. അപ്പോൾ അത് എല്ലാം വരുമ്പോഴത്തേക്ക് നമുക്ക് അപ്പം കിടന്ന് ഓടാനോ ഒക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതും കൂടെ ആലോചിച്ച് അതിന് സമയം നമ്മൾ നമ്മളെ വിളിച്ചാൽ മതി, നമ്മളെ കൂടെ വരും. കോൺടാക്ട് ചെയ്യുന്നില്ല കൗൺസിലർമാരെ കോൺടാക്ട് ചെയ്തിട്ട്. അതായത് ഇപ്പോൾ ഇവിടെ കൗൺസിലർമാരുടെ അടുത്ത ദിവസം മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിൽ എല്ലാ കൗൺസിലർമാർക്കും പൊങ്കാല വരുന്ന പ്രദേശങ്ങളിലെ കൗൺസിലർമാർക്കും ഡയറക്ഷൻ കൊടുക്കാം. ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നൊരു കോൾ വന്നു കഴിഞ്ഞാൽ അവർ എത്രയും പെട്ടെന്ന് തന്നെ കോപ്പറേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഡയറക്ഷൻ കൊടുക്കാം. ഓക്കെ, അപ്പം ഇത് കൗൺസിലർ പറഞ്ഞൊന്ന് മുഖവിലേക്ക്, കാരണം അവർക്കാണ് എവിടെയാണ് ആൾക്കാർ പൊങ്കാലയിടാൻ വരുന്നത്, എവിടെയാണ് ആവശ്യം എന്ന് അറിയാമെന്നുള്ള ജനപ്രതിനിധികൾക്കാണ്. ആൾക്കാർ വെള്ളം കിട്ടിയില്ലെങ്കിൽ ഓടി വരുന്ന ഉദ്യോഗസ്ഥരുടെ അടുത്തല്ല, അവിടെ നിൽക്കുന്ന ജനപ്രതിനിധികളുടെ അടുത്താണ്. അപ്പോൾ അത് നേരത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള സ്ഥലത്ത് വെച്ച് കൊടുക്കാം. ഈ കോൺട്രാക്ടറും ഇഷ്ടമനുസരിച്ചാണ് ടാപ്പ് വയ്ക്കുന്നതെങ്കിൽ കോൺട്രാക്ടർ സൗകര്യം എടുത്ത് ടാപ്പ് വെച്ചിട്ട് ചിലപ്പോൾ അവിടെ ആയിരിക്കില്ല പൊങ്കാല നടക്കുന്നത്. അത് ആ ഒരു ഡിസ്കഷൻ നന്നായി. അഡീഷണലി ജനപ്രതിനിധിയോട് കൂടെ റെസിഡൻസ് അസോസിയേഷൻ ജനപ്രതിനിധി അവരോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ കൺവീനിയന്റ് ആയിരിക്കും. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കുറച്ച് സ്ഥലം കൂടി കൂടുതൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 10 വാർഡുകളും കൂടി ആൾക്കാർ കൂടിയിട്ടുണ്ട് കഴിഞ്ഞ തവണ. അപ്പോൾ അതുകൂടി നോക്കിയിട്ട് എക്സ്ട്രാ അപ്പോൾ കൗൺസിലേഴ്സോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ പറയും കഴിഞ്ഞ പ്രാവശ്യം എവിടെയാണ് അഡീഷണൽ ആയിട്ട് വന്നതെന്നുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി, നമുക്ക് ഈ ഫില്ല് ചെയ്യുന്നതിനുള്ള വെൻഡിങ് പോയിന്റുകൾ കുറച്ച് നമുക്ക് മാത്രമായിട്ട് കോർപ്പറേഷന്റെ വാഹനങ്ങൾ വന്ന് വെള്ളമെടുക്കുന്നതിന് ആവശ്യമായ സൗകര്യം തവണ ചെയ്തു തരണം. ക്യൂ നിൽക്കാത്ത രീതിയിൽ ADM ഒന്ന് സർക്കാരിലേക്ക് കൊടുത്തിട്ടുണ്ട് സാറേ ഫണ്ട് അലോട്ട്മെന്റിനായിട്ട്. ഇനി കുര്യാത്തി ഡിവിഷൻ അതെ ഞാൻ നിങ്ങൾ ഡിലേ ഒന്നുമില്ല. ഞാൻ അന്ന് അറിയാൻ ചോദിക്കുന്നത് ഇപ്പോഴത്തെ പൊങ്കാലയ്ക്ക് മുൻപ് അതവർക്ക് കിട്ടുമല്ലോ. അല്ലെങ്കിൽ പിന്നെ ആ ഒരു കാരണം പറഞ്ഞ അവസാനം കിട്ടിയില്ല എന്നുള്ളൊരു കാരണം പറഞ്ഞിട്ട് അത് മാഡം ശ്രദ്ധിക്കണേ. കാര്യം 1 വർഷമായി, 10 മാസം കൊണ്ട് നടക്കാത്ത 2 മാസം കൊണ്ട് നടക്കുമെന്നൊരു ആശങ്ക. ഓക്കെ, ഒന്ന് നടന്നാൽ മതി, അത് സ്പീഡാക്കിയാൽ മതി. ഓക്കെ, സൗത്ത് ഡിവിഷൻ അല്ലാതെ പിന്നെ ഏതാണ് വാട്ടർ അതോറിറ്റി വരുന്നത്? കുര്യാത്തി വരുന്ന ഭാഗം അത് അടുത്ത വിളിക്കും. അടുത്ത ഇതാണല്ലോ സാധാരണ. ഓക്കെ, PWD ഏകദേശം 360 മുകളിൽ ടൺ മാലിന്യം ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് നമുക്ക് 60 ടണ്ണിലേക്ക് അത് ഗ്രീൻ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലെ ഇടപെടലിൽ. അപ്പോൾ ഇപ്രാവശ്യവും പൂർവാധികം ശക്തമായിട്ട് തന്നെ ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിക്കാനുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയും. ശുചിത്വ മിഷൻ്റെ ഭാഗത്തുനിന്ന് അതിനാവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും, പ്രധാനമായിട്ടും പ്രചരണമാണ്. മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ പൊങ്കാലിടാനിവിടെ എത്തുന്നവർ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഒഴിവാക്കിക്കൊണ്ട് റീയൂസബിൾ മെറ്റീരിയൽസ് ഉപയോഗിക്കണമെന്നുള്ള പ്രചരണമാണ് കൂടുതലായിട്ട് ശുചിത്വ മിഷൻ ചെയ്തു വരാറുള്ളത്. അതുകൂടാതെ ഉദ്യോഗസ്ഥർക്കുള്ള ട്രെയിനിങ്ങും ഒഫീഷ്യൽസിനുള്ള മറ്റു ഫിനാൻഷ്യൽ സപ്പോർട്ടും, പ്രചരണത്തിന് ആവശ്യമായിട്ട് നഗരസഭയുടെ ഓൺ പ്രോജക്റ്റുകൾക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ടും നമുക്ക് IECയുടെ ഭാഗത്തുനിന്ന് കൊടുക്കുന്നതിന് സാധിക്കും. പിന്നെ വോളണ്ടിയർമാരെ നമുക്ക് മൊബിലൈസ് ചെയ്യാൻ കഴിഞ്ഞാൽ അവർക്കുള്ള പരിശീലനങ്ങൾ കൊടുക്കാൻ സാധിക്കും. തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വോളണ്ടിയർമാരെ മൊബിലൈസേഷൻ നിങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ജോയിൻ്റ് ആയിട്ടാണ് അത് ചെയ്യാറുള്ളത്. ഇവിടെ ഒരു പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റ് ഉണ്ട് നഗരസഭയ്ക്ക്. അവരും ശുചിത്വ മിഷൻ, ജില്ലാ ശുചിത്വ മിഷനോട് ചേർന്നിട്ട് അവർ കോൾ ഫോർ ചെയ്യും, അവരെ ഐഡന്റിഫൈ ചെയ്യും, അവർക്ക് യൂണിഫോം കൊടുക്കും, അവരെ പ്ലേസ് ചെയ്യും എന്നുള്ള കാര്യം.
ഫുഡ് ആൻഡ് സേഫ്റ്റി കുടിവെള്ളം കൊടുക്കലും അന്നദാനം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ അവിടെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് കൂടി ആലോചിക്കണം. കാരണം നിങ്ങൾ ലൈസൻസ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നിങ്ങളുടെ ലോഗിൻ വഴി ലൈസൻസ് കൊടുക്കുമായിരുന്നു. അപ്പോൾ എന്ത് സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും കൂടി വെച്ചുകൊണ്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ക്വാളിറ്റിയൊക്കെ നമുക്ക് ഉറപ്പാക്കേണ്ടതുണ്ട്. കോർപ്പറേഷൻ വെള്ളമാണെങ്കിൽ പിന്നെ ഒരു സന്നദ്ധ സംഘടനകൾ നടത്തുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവരുടെ ടെസ്റ്റ് റിപ്പോർട്ട് നമ്മൾ ചോദിക്കാറുണ്ട്. ഒന്നും നമ്മൾ സാമ്പിൾ കളക്ട് അങ്ങനെ നോക്കും, അല്ലാതെ അവരുടെ സാമ്പിൾ നമ്മൾ അവരുടെ റിപ്പോർട്ട് നമ്മൾ നോക്കാറുണ്ട് അങ്ങനെ ചെയ്യുന്നത്. ഈ ഫുഡെല്ലാം വഴിയിൽ കൊടുക്കുന്നില്ല. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ഫേസ് ചെയ്തൊരു പ്രശ്നമാണ്. ഞങ്ങളൊക്കെ പലരും അതിന് ലൈസൻസ് നിങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഒരു പൊതു മാനദണ്ഡം ഈ പല സംഘടനകൾ കൊടുക്കുമല്ലോ വെള്ളവും ഫുഡും ഒക്കെ. അപ്പോൾ എന്താ അതിൻ്റെ രീതി എന്താണ്? ഇവരൊരു ലൈസൻസ് സാധാരണ കൊടുക്കാറുണ്ട്. നമ്മൾ കൊടുക്കുന്ന വെച്ചാൽ രജിസ്റ്റർ സർട്ടിഫിക്കറ്റാണ് കൊടുക്കുന്നത്. 100 രൂപയുടെ അക്ഷയ വഴി അപേക്ഷിക്കുക എന്നുള്ളതാണ്. ഒരു ഫോട്ടോ ഞാൻ ചോദിക്കുന്നത്, അക്ഷയ വഴി 100 രൂപ അടച്ചു കഴിഞ്ഞാൽ ആർക്കും കൊടുക്കുമെന്നാണോ, ഇന്ന കാര്യങ്ങൾ കംപ്ലൈന്റ് ചെയ്യുന്നവർക്ക് കൊടുക്കുമെന്നാണോ? ഇല്ല, ഇപ്പൊ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അറിയാൻ, അതായത് അതിനൊരു മാനദണ്ഡം എന്താണ്? നിങ്ങളുടെ ഒരു ലൈസൻസ് കൊടുക്കുന്നതിനുള്ള മാനദണ്ഡം എന്താണ്? ഞങ്ങൾക്കറിയാൻ വേണ്ടിയിട്ടാണ്. ലൈസൻസ് കൊടുക്കുന്നതിന് ഇപ്പോൾ രജിസ്റ്റർ സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അന്നദാനം പോലുള്ള പ്രത്യേകിച്ച് അമ്പലം, പള്ളി, ഇപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ ഇപ്പൊ അവർക്ക് മാനദണ്ഡങ്ങളെല്ലാം തന്നെ പാലിക്കണം തന്നെയാണത്. പക്ഷെ നമ്മൾ സർട്ടിഫിക്കറ്റ് ഫോട്ടോയും ID പ്രൂഫും 100 രൂപ ഫീസുമാണ് അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പക്ഷേ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഫുഡ് സേഫ്റ്റി മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് മാത്രമേ ആ ഒരു ഭക്ഷ്യ സ്ഥാപനം പ്രവർത്തിക്കാൻ പാടുള്ളൂ. അതിപ്പോൾ അന്നദാനമായാലും ഇപ്പോൾ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായാലും അങ്ങനെ തന്നെ പ്രവർത്തിക്കണമെന്നുള്ളത്. 100 രൂപ അടച്ച് അഡ്രസ്സും ആധാർ കാർഡും ഡീറ്റെയിൽസും തരുന്ന ആർക്കും നിങ്ങൾ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നവർ നിങ്ങളുടെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അത് നിർബന്ധമാണ്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോഴേക്കും അവർക്ക് മാനദണ്ഡങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കും. രേഖാമൂലം കൊടുക്കും? ഇല്ല, അങ്ങനെ കൊടുക്കാറില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രേഖാമൂലം കൊടുക്കണം. ഇപ്പോൾ പറയുകയല്ല, ഒരു ഒഫീഷ്യൽ സംവിധാനം കൊടുക്കുമ്പോൾ രേഖ കൊടുക്കണം. നിങ്ങളുടെ ലൈസൻസ് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. ലൈസൻസ് പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളും കൊടുക്കാറുണ്ട്, വ്യക്തമായിട്ട്. രജിസ്ട്രേഷൻ പറയുമ്പോഴത്തേക്ക് അതിൽ നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മൾ ഇൻസ്പെക്ഷന് പോകുമ്പോഴത്തേക്കാണ് ആറ്റാർ പൊങ്കാലയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ സ്കോഡ് നടത്താറുണ്ട്. അപ്പൊ ആ സ്കോഡ് സമയത്ത് തന്നെ നമ്മൾ ഇത്തരം ചെറുകിട സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട്, അത് മാത്രമല്ല സന്നദ്ധ സംഘടനയോട് ബന്ധപ്പെട്ട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. ഞാനിത് പറയുന്ന കാരണം അവസാന നിമിഷം ഉണ്ടാകുന്ന സംഘർഷങ്ങൾ ഒഴിവാക്കാം. ചില ജംഗ്ഷനുകളിൽ കൊടുക്കുമ്പോഴേക്കും നിങ്ങൾ മാനദണ്ഡം പറഞ്ഞു എന്ന് പറയാം, അവരോടും പറഞ്ഞിട്ടില്ല. ഇങ്ങനൊരു പ്രതിസന്ധി വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ പല പ്രതിസന്ധികളും ഞങ്ങൾ ഫേസ് ചെയ്തതാണ്. അതുകൊണ്ട് അതും കൂടെ കവർ ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ ഇപ്പോഴേ നോക്കിപ്പോയാൽ ഓക്കെ. ആ ചാനലിൽ പറഞ്ഞ് പരിശോധിക്കാനുള്ള നടപടികൾ ആരംഭിക്കുന്നുണ്ട്. ചെയ്യാം. റെയിൽവേ ആരെങ്കിലും ഉണ്ടോ? KSRTC അതൊരു ഇതായിട്ട് നിൽക്കുന്നത്, അത് തീരുമാനിക്കും. ജസ്റ്റ് എടുത്തിട്ടേ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി. മൈനർ ഇറിഗേഷൻ ആ സമയത്തിന് മുമ്പായിട്ട് ക്ലിയർ ചെയ്യുക. ഇനി കോർപ്പറേഷന്റെ ഹെൽത്ത് മൊത്തം കംപ്ലീറ്റ് എല്ലാം ചെയ്യുകയും അതോടൊപ്പം തന്നെ അഡീഷൻ ആ പൊങ്കാല ദിവസം നമുക്ക് ഏകദേശം 3400 തൊഴിലാളികൾ ആവശ്യമുണ്ട്. ഈ ഡെയിലി വേസ് ആ ദിവസത്തേക്ക് 2200 ഡെയിലി വേസുകാരും ബാക്കി നമ്മുടെ തൊഴിലാളി ചേർന്നാണ് മൊത്തം വന്ന് ക്ലീൻ നടത്തുന്നത്. അതിൽ പിന്നെ ഈ ഇഷ്ടിക ഇറക്കാൻ വേണ്ടി അഡീഷൻ ജോലിക്കാരെ നമ്മൾ ആ ടൈമിൽ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഉള്ളത് ഇതിൽ നമുക്ക് ഏറ്റവും ഫേസ് ചെയ്യുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ഈ ആറ്റുകാൽ ക്ഷേത്ര കോമ്പൗണ്ടിൽ ഈ ടെമ്പററി ടോയ്ലറ്റ് ഇതുവരെയും അത് സ്ഥാപിക്കാതിൻ്റെ കുറവ് ഇപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ട്. ആ സമയത്തും വേണ്ടി വരും. അപ്പോൾ ടെമ്പററി ടോയ്ലറ്റ് നമ്മൾ ഈ മൊബൈൽ ടോയ്ലറ്റ് ഇതിനേക്കാളും ഗുണകരം ഈ ടെമ്പററി ടോയ്ലറ്റ് സെറ്റ് ചെയ്താൽ മാത്രമേ വരുന്ന ഭക്തജനങ്ങൾക്ക് കൂടുതൽ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നിലവിൽ ഈ തീർത്ഥാടകർ ഫേസ് ചെയ്യുന്ന വലിയൊരു വിഷയം ഈ ടോയ്ലറ്റ് ഇല്ലായ്മ അത് ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പം മൊബൈൽ ടോയ്ലറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ടെമ്പററി ടോയ്ലറ്റ് ഇപ്പം തന്നെ ഏകദേശം ഡെയിലി 12,000 ഭക്തജനങ്ങൾ അവിടെ അയ്യപ്പഭക്തകൾ വരുന്നുണ്ട്. അവർക്ക് ടോയ്ലറ്റിൽ ഒരു കുറവ് അവിടെയുണ്ട്. പിന്നെ ഈ KSEBക്കാർ ഈ മരച്ചില വെട്ടിയിടുന്നത് നമ്മൾ ക്ലീൻ ചെയ്യും, ഒരു സൈഡ് ക്ലീൻ ചെയ്യുന്നവർ മരച്ചില വെട്ടിയിട്ടത്. അപ്പം ഈ വെട്ടിയിടുന്ന കോൺട്രാക്ട് തന്നെ ഇത് മരുത്ത് മാറ്റാനുള്ള ക്രമീകരണം ചെയ്യണം. സാധാരണ ഈ മെയിൻ റോഡ് വെട്ടിക്കഴിഞ്ഞാൽ അവർ പറയും അത് കോർപ്പറേഷൻകാർ മാറ്റണം പറയും. നമുക്കതൊരു വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ക്ലിയർ ചെയ്യണം. കോൺട്രാക്ടർ കൊടുക്കുന്ന കോൺട്രാക്റ്റിലെ കണ്ടീഷൻ ഇല്ലേ അവർ തന്നെ KSEBക്കാർക്ക് അറിയാം. ഇത് ആരുടെ പ്രോപ്പർട്ടിയിലാണ് നിൽക്കുന്നത്, ഈ മരം അവരുടെയാണ്, അത് അവർക്ക് തിരിച്ച് കൊടുക്കണമെന്നാണ്.
അങ്ങനെ പക്ഷേ പുരയിടത്ത് ഇട്ട് കഴിഞ്ഞാൽ സിറ്റിക്കകത്ത് പ്രശ്നം വെച്ചാൽ അവരെടുത്ത് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ച് ഓടിയിടും. അതുകൊണ്ട് അത് സുരേഷൻ കഴിഞ്ഞവണ്ണം ഒന്ന് ആലോചിച്ചായിരുന്നു. ഇത് ആ കോൺട്രാക്ടിന്റെ ഭാഗമായിട്ട് ഇതും പക്ഷേ നീക്കം ചെയ്ത് കൊണ്ടിടാനൊരു സ്ഥലം ഈ കോൺട്രാക്ടർമാർ പറയുന്നുണ്ട്. അതല്ല, അത് എവിടെ കൊണ്ടിടാൻ പറ്റും, അവരിങ്ങനെ ഒരു ബുദ്ധിമുട്ട് പറയും. കൊണ്ടിടാനൊരു സ്ഥലമില്ല. അല്ല, അത് സൊല്യൂഷൻ കണ്ടെത്തേണ്ട വിഷയമാണ്. ഇത് കഴിഞ്ഞിട്ട് സെക്രട്ടറി അറിയിക്കും. നമുക്ക് മാത്രം ഒന്നിരിക്കാം. ഓക്കെ. അതുപോലെ നമ്മൾ ആ ദിവസം 27 ടാങ്കലോറുകൾ ഉപയോഗിച്ച് എല്ലാ സ്ഥലങ്ങളിലും വെള്ളത്തേക്ക് നമുക്ക് സ്ഥലം കിട്ടിയോ? അത് കിട്ടിയേ? അന്ന് കിട്ടിയായിരുന്നു. കിട്ടിയേ. അപ്പം പിന്നെ പ്രാദേശികമായ ചില അതെന്തൊക്കെ ക്രൈറ്റീരിയ വെച്ചിട്ട് എവിടെ നിന്ന് എങ്ങനെ എടുക്കണത്? അത് ഈ ലേബറാണ്. ഒരു ദിവസത്തേക്ക് നമ്മൾ സ്ഥിരം എടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അവരാ ജയിച്ചമാര്. ഈ ടോയ്ലറ്റിന്റെ ബുദ്ധിമുട്ട് എങ്ങനെ പരിഹരിക്കുന്ന നിങ്ങളുടെ പ്ലാൻ എന്താ? ഇപ്പൊ കാറ്റിയ ടോയ്ലറ്റിന്റെ ബുദ്ധിമുട്ടുണ്ടോ? അവിടെ ഇപ്പൊ നിലവിൽ നമ്മൾ ഈ മൊബൈൽ ടോയ്ലറ്റ് ഇട്ടിരിക്കുന്നത്, പക്ഷെ അത് തികയുന്ന അപര്യാപ്തമാണ്. ഇപ്പൊ അവിടെ ഈ വരുന്ന ഭക്തര് ശരിക്കും ഓപ്പൺ ഡെഫിക്കേഷൻ നടത്തുന്നുണ്ട് ഇപ്പൊ നിലവിൽ. നമുക്ക് അവിടെ അടിയന്തരമായി ക്ഷേത്രത്തിൽ അവിടെ ഈ ടോയ്ലറ്റ് ഇല്ലാത്ത വലിയൊരു വിഷയം ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വണ്ടിയുടെ മൊത്തം അവിടെ നിന്ന് പാർക്ക് ചെയ്യണം. അപ്പം ഒരു ടെമ്പററി ടോയ്ലറ്റ് ഒരു 60-70 ടെമ്പററി ടോയ്ലറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പരിഹരിക്കാൻ പറ്റും. ഒരു മിനിറ്റ്, പ്രസന്റിൽ എന്തെങ്കിലും കണക്ട് ചെയ്ത് പറയാനുണ്ടോ? മൈക്കം കൊടുക്കും സെക്രട്ടറി. പ്രസന്റ് ഞങ്ങൾക്ക് അവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റി സൗകര്യമായിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഈ ശബരിമല സീസണിന് വേണ്ടിയിട്ട് 3 ഉള്ളതിൽ 2 മെയിൻ്റനൻസ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 3ാമത്തേന് ഒരു ചെറിയ ഡാമേജ് പറ്റി. അത് ഈ വേസ്റ്റ് റിമൂവ് ചെയ്തത് കാരണം അടിയിലാണ് അതിൻ്റെ കണ്ടെയ്നർ വന്നത്. റിമൂവ് ചെയ്തപ്പോൾ ആ ഗ്യാസ് ഫോർമേഷൻ കാരണം ആ ബിൽഡിങ്ങിന് കുറച്ച് ഡാമേജ് പറ്റി. അപ്പം അതിൻ്റെ ഒരു അതിലേക്കാണ് മറ്റേ 2ാമത്തേൻ്റെയും വേസ്റ്റ് പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് സമയത്തേക്ക് ആ 3ൽ 2 ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ വർഷമൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ശബരിമല സീസണിൽ ഭക്തർക്ക് സൗകര്യം ചെയ്തിരുന്നത്. അതും ഫ്രീ ആയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. എല്ലാ ദിവസവും പൈസ വാങ്ങുന്നില്ല. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ എന്നാലും നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഒരെണ്ണം റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടെയ്നർ കൊണ്ടുവരികയും അവിടെ കുറിച്ചിടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് ചെയ്യാൻ നമുക്ക് വളരെ യുദ്ധകാല അടിസ്ഥാനത്തിലാണ് ചെയ്തത്. എങ്കിലും കുറച്ച് ആ പീക്ക് ടൈമിൽ തന്നെയാണ് നമുക്ക് ഈ പ്രശ്നം പറ്റിയത്. അല്ലാതെ അവിടെ 3 കമ്പോണൻ്റ് ആയിട്ടാണ് അതിൽ ഉള്ളത്. അതിൽ ഏകദേശം എത്ര ടോയ്ലറ്റ് വരും? 65 ടോയ്ലറ്റാണ് വരുന്നത്. കുളിക്കുന്നതിനും എല്ലാ സൗകര്യവും വളരെ നല്ല രീതിയിൽ ചെയ്ത് മെയിൻ്റനൻസ് ചെയ്ത് വന്നതായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയോണ്ടാണ് ഇപ്രാവശ്യം അത് വന്നത്. പിന്നെ പൊങ്കാല സമയത്ത് നമ്മൾ ടോയ്ലറ്റ് ടെമ്പററി വെക്കുന്നുണ്ട്. അത് എത്ര എണ്ണം വെക്കുന്നുണ്ട്? നമ്മൾ ഇത്തവണ ശബരിമല സീസണ് മുമ്പ് തന്നെ ഇത് റെഡിയാക്കാൻ വേണ്ടി വെച്ചിരുന്നാണ്. അപ്പോഴാണ് ഒരു ബ്ലാസ്റ്റ് നടന്നു. അതിനകത്ത് ബ്ലാസ്റ്റ് നടന്നുകൊണ്ട് നമ്മൾ അത് എന്താണെന്നുള്ള പരിശോധിച്ചിട്ട് ഇത് സെപ്റ്റിക് ടാങ്ക് അബാൻഡൻ ചെയ്തിട്ട് വേറെ പുതിയ സെപ്റ്റിക് ടാങ്ക് വെച്ചിട്ട് ചെയ്യുകയാണ്. അപ്പോൾ അത് നമ്മൾ ഉത്സവത്തിന് മുമ്പ് തന്നെ നമ്മൾ ഇപ്പം തന്നെ റെഡിയാക്കും. നമ്മുടെ ഈ അന്നദാനം നമുക്കിവിടെ ഒരുപാട് അന്നദാനം ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ അവിടെ ഈ ഫുഡ് സേഫ്റ്റിയുടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷൻ ഉണ്ട്. അത് ആ രജിസ്ട്രേഷനിൽ നമ്മുടെ മാനദണ്ഡങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഒരു കത്ത് കൊടുക്കുകയും അതിൽ ഗ്രീൻ പ്രോട്ടോക്കോൾ കർശനമായി പാലിക്കണമെന്നും അവർക്കൊരു അവാർഡും കൂടെ നമ്മൾ ഏറ്റവും നന്നായിട്ട് ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിക്കുകയും ചെയ്യുന്നവർക്ക് ഒരു അവാർഡും കൂടെ നമ്മൾ കൊടുക്കാമെങ്കിൽ ശരിക്കും നമുക്ക് നമ്മുടെ ഒരു മാനദണ്ഡം ഉണ്ടാവുമല്ലോ. കോർപ്പറേഷൻ്റെ എന്തായാലും ഫുഡ് കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് ചോറ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ബിരിയാണി കൊടുക്കുന്നു, ഫ്രൈഡ് റൈസ് കൊടുക്കും, അങ്ങനെയൊക്കെ നടക്കാറുണ്ടല്ലോ. അവരെന്തൊക്കെ പാലിക്കണമെന്നുള്ള കോർപ്പറേഷൻ്റെ ഒരു മാനദണ്ഡം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ രജിസ്ട്രേഷൻ ഹെൽത്തിൻ്റെ നേരത്തെ ആരാ പറഞ്ഞ രജിസ്ട്രേഷൻ ഫുഡ് സേഫ്റ്റി കൊടുക്കുമ്പോഴേക്കും കോർപ്പറേഷൻ്റെ ഒരു മാനദണ്ഡം ഉണ്ടാവും. ഒരിടത്ത് ഫുഡ് കൊടുക്കണമെങ്കിൽ ഇന്ന കാര്യങ്ങൾ പാലിക്കണം. ആ ഒരു പ്രിന്റഡ് കോപ്പി ഒന്ന് നിങ്ങൾ കണക്ട് ചെയ്തിട്ടൊന്ന് കൊടുക്കാൻ പറ്റിയാൽ അത് ഇവർക്ക് പറ്റില്ല. ഓൺലൈൻ രജിസ്ട്രേഷൻ അവർക്ക് പറ്റാത്ത സാഹചര്യം. കോർപ്പറേഷനിൽ കൂടെ പെർമിഷൻ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട്? കൗൺസിലേഴ്സിന്റെ ഞാൻ ചോദിക്കുന്നത്, അതായത് പലപ്പോഴും കഴിഞ്ഞ തവണയൊക്കെ നമ്മുടെ അടുത്ത് വന്ന ഏറ്റവും വലിയൊരു കംപ്ലൈൻറ്റ് പലരും പറയുന്നത് അവസാന നിമിഷം വരുമ്പോഴേക്കും ഫുഡ് സേഫ്റ്റിയുടെ അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ ഉദ്യോഗസ്ഥന്മാരോ ഞങ്ങൾ ഇത്രയും ഭക്ഷണമൊക്കെ വെച്ചതോ തടസ്സപ്പെടുത്തുന്നു
എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. നേരത്തെ തന്നെ ഇവർക്കൊരു മാനദണ്ഡം കൊടുത്തിട്ട് റിസീവ്ഡ് കോപ്പി വാങ്ങിച്ചാൽ നന്നായിരിക്കും. അത് ഏത് തിരികെ ചെയ്യാൻ പറ്റുന്നതെന്നാലും പ്രസ് റിലീസായിട്ട് നമ്മൾ ഈ ഇതിന് മുമ്പായിട്ട് ഒരു വലിയ പ്രചരണം കൊടുക്കാറുണ്ട്. കൊടുക്കാറുണ്ട്. വരുന്ന ഭക്തജനങ്ങൾ ഒരു പാത്രം കൊണ്ടുപോകണമെന്ന് പറയാറുണ്ട്. എങ്കിൽ അവർ കൊണ്ടുവന്ന് വന്നാൽ പോലും ഇവര് ഈ റിസർവ് പ്ലേറ്റ് സൈഡ് വെച്ചിരിക്കും. അവര് പാത്രം ഉണ്ടെങ്കിൽ ആ പാത്രം കൊടുക്കത്തില്ല, ഈ പ്ലേറ്റ് കൊടുത്ത് ഭക്ഷണം കൊടുക്കും. താങ്കൾ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ആ പ്ലേറ്റ് ഉപയോഗിക്കാൻ ഈ ഭക്ഷണ അന്നദാനം നടത്തുന്ന സംഘടനക്കാർ നമ്മളൊരു മീറ്റിംഗ് വിളിച്ചിട്ട് ആ മീറ്റിംഗ് വിളിച്ചിട്ട് അവരുടെ സാന്നിധ്യത്തിൽ കാര്യം പറയും. സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങളിത് കൊടുക്കരുത്. വരുന്ന ഭക്തങ്ങൾ ഒരു പാത്രം കൊണ്ടുവരും. ആ പാത്രത്തിൽ എന്തായാലും അവർക്ക് വേറെ പാത്രം ഉണ്ടാവും ഈ വരുന്ന ആൾക്കാർ. അപ്പൊ അവരിൽ ആ പാത്രത്തിൽ ഭക്ഷണം കൊടുത്താൽ മതി. നിങ്ങൾ ഒരു കാരണത്തിൽ കൊടുക്കരുതെന്നുള്ള ക്ലാസ് നമ്മൾ കൊടുക്കുകയും അതാത് വാർഡ് കൗൺസിലർമാർ ഇവരെ ഒരു മീറ്റിംഗിൽ വിളിച്ച് ആ തരത്തിലൊരു ഒരു കാര്യങ്ങൾ കൊണ്ട് സപ്പോർട്ട് ചെയ്യാമെങ്കിൽ നമുക്കത് നേരെ കൊണ്ടുപോകാൻ പറ്റും. സംഘടനയുടെ ഒരു മീറ്റിംഗ് നേരത്തെ ഒരു കോൾ കൊടുത്തു. അവരൊരു യോഗം വിളിക്കുമ്പോൾ നമുക്ക് പ്ലേറ്റ് ക്ലാസ് കൗൺസിലർമാരുടെ അഭിപ്രായം എങ്ങനെയാ? പൊതുവെ അതാ ഡീസെൻട്രലൈസ് ചെയ്ത് ഓക്കെ ആലോചിക്കാം നമുക്ക്. ഓക്കെ മനസ്സിലായി. പുത്തങ്കോട് ആ സൈഡ് ഉള്ള ഭാഗത്ത് ഈ മെറ്റലൊക്കെ വെറുതെ ഇട്ടിരിക്കുന്നേ ഉള്ളൂ, ടാർ ചെയ്യുന്നതിന് മുമ്പായിട്ട്. അപ്പം ഈ മെറ്റൽസ് ഒക്കെ അതിനകത്ത് ഇറങ്ങിയിട്ട് വീടുകളിൽ തിരിച്ച് വെള്ളം കയറുന്ന ഒരു അവസ്ഥയുണ്ട്. ഞാൻ സ്യൂവറേജ് സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. നിലവിൽ എനിക്ക് ഇതുവരെ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അവരില്ല. അപ്പം അങ്ങനെ കുറച്ച് കാര്യം. അതുപോലെ തന്നെ ഒരു ഡ്രൈവ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് HIU ആയിട്ട് ചേർന്ന്. സാർ, ഈ പോലീസിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇപ്രാവശ്യം ചെയ്യുന്നതായിരിക്കും. നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ള സാർ, ഈ നേരത്തെ കൗൺസിലർ പറഞ്ഞ പോലത്തെ അതിൻ്റെ ഈ മരാമത്ത് വർക്കുകൾ ഒരു 10 ദിവസത്തിന് മുമ്പെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം. അതുമാത്രമല്ല, വെഹിക്കിൾ പാർക്കിംഗ് കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് പ്രാവശ്യം വളരെ കുറവാണ് ആറ്റുകാൽ ക്ഷേത്ര ഗ്രൗണ്ടിൽ. ഇപ്പോൾ അവിടെ ഈ കണ്ണകിയുടെ പ്രതിമ വരുന്നുണ്ട്, അതുപോലെ സ്റ്റേജ് വരുന്നുണ്ട്, ഏരിയ കുറവാണ്. അപ്പോൾ നമുക്കവിടെ 2 വീലർ മാത്രം അവിടെ പാർക്ക് ചെയ്തിട്ട് ബാക്കി 4 വീലേഴ്സും വലിയ വണ്ടികളും പൂജപ്പുര ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ വേറെ ഗള്ളിപ്പാറ സ്കൂൾ ഗ്രൗണ്ടിലോ പാർക്ക് ചെയ്തിട്ട് അവിടെ ഇലക്ട്രിക് ബസ്സോ അങ്ങനെ എന്തെങ്കിലും സംവിധാനത്തിൽ ഭക്തരെ കൊണ്ടുവന്നായിരിക്കും നല്ലത്. ഈ അല്ലാത്ത ദിവസങ്ങൾ, ക്ഷേത്ര ഉത്സവം നടക്കുന്ന ദിവസങ്ങൾ, അതാകുമ്പോൾ കുറച്ച് കൺജഷൻ ഒന്ന് കുറയും. പിന്നെ അവിടെ വേറൊരു പ്രശ്നം സാർ, അവിടെ ഈ BSNLന്റെ മൊബൈൽ ടവർ വലിയ പ്രശ്നമാണ്, റേഞ്ച് കിട്ടുന്നില്ല. ഇനി പെട്ടെന്ന് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ അതുപോലെ ഈ സ്ട്രീറ്റ് വെൻഡേഴ്സ്, അവിടെ നമ്മൾ ഈ കച്ചവടം നടത്താൻ വരുന്ന ആൾക്കാർ കൃത്യമായിട്ട് അവരെ കൊണ്ട് ലൈസൻസ് എടുപ്പിക്കുക, അതുപോലെ തന്നെ PCC എടുപ്പിക്കണം. ചെക്ക് PCC ചെക്കണം. അവരെ വലിയ കേസുകളൊന്നുമില്ലാന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് അത്യന്താപേക്ഷിതമാണ്. കാരണം ഈ സമയത്ത് പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുള്ളതാണ്. ഇപ്പോൾ ക്രിമിനൽസ് ആരെങ്കിലും വരികയാണെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ നാട്ടുകാർക്കും സ്ത്രീകൾക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് നിർബന്ധമാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഉത്സവ മേഖലയുടെ പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥലങ്ങൾ അവിടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും. അവർ ചിലപ്പോൾ വരുന്നത് അതർ ജില്ലയിൽ നിന്ന് വരുന്നവരുണ്ട്, മറ്റു ജില്ലകളിൽ നിന്ന് വരുന്നുണ്ട്, ഇപ്പോൾ ഇങ്ങനെ കച്ചവടത്തിനൊക്കെ വരുന്നവരുണ്ട്. അപ്പോൾ അത് നിർബന്ധമാക്കണം. കഴിഞ്ഞ വർഷം കുറെ നമ്മൾ നോക്കിയിരുന്നു, പക്ഷെ എന്നാലും ചിലർ ഇല്ലാത്തവരുണ്ട്. പിന്നെ ഈ എൻക്രോച്ച്മെന്റ്, ബിസിനസ് നടത്തുന്നവർ റോഡിലേക്ക് കയറ്റി വെച്ചിട്ട് കച്ചവടം നടത്തുന്നുണ്ട്, അതൊന്നും ഒഴിവാക്കണം. നമുക്ക് ട്രാഫിക് കൺജഷൻ വരുന്നത് അതുകൊണ്ടാണ്, ബ്ലോക്ക് വരുന്നതൊക്കെ. അപ്പോൾ ഭക്തർക്ക് സ്മൂത്തായിട്ട് വരാനോ പോകാനൊന്നും സാധിക്കുന്നില്ല. അപ്പോൾ അത് എൻക്രോച്ച്മെന്റ് കർശനമായിട്ട് തന്നെ നിയന്ത്രിക്കണം. അതിന് പോലീസിന്റെ എല്ലാവിധ സഹായം ഉണ്ടാകും. പിന്നെ അതുപോലെ സിവേജ് മാനേജ്മെന്റ്, നേരത്തെ കൗൺസിലർ മാഡം പറഞ്ഞാൽ അത് ഈ ഉത്സവ സമയത്ത് വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ പണി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അത് മൊത്തത്തിലെ ഭക്തർക്കും ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട്, ട്രാഫിക് ബ്ലോക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് പറയാനുള്ളത്. സ്ഥലമുണ്ട്, കണ്ടോമെന്റ് അവിടെ ഇട്ടിട്ട് പോർട്ട് സ്റ്റേഷൻ്റെ അവിടെ ഒക്കെ റോഡിലാണ് വണ്ടി കിടക്കുന്നത്. നമുക്ക് ഈ അമ്പലവുമായി ബന്ധപ്പെട്ട് പോലീസിൽ നിന്ന് വന്നൊരു നിർദ്ദേശം ഉണ്ടല്ലോ, ആ ലൈസൻസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പേർക്ക് പെർമിഷൻ കൊടുക്കാറുണ്ട് കച്ചവടം നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ ചെയ്തതുപോലെ ഒരു ഡെപ്പോസിറ്റ് അവരിൽ നിന്ന് വാങ്ങിയ ശേഷം കുറച്ച് മാർഗനിർദ്ദേശം കൊടുക്കാം. ഇപ്പോൾ പ്ലാസ്റ്റിക്, സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത് തുടങ്ങിയ നിബന്ധനകൾ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഡെപ്പോസിറ്റിൽ നിന്ന് കട്ട് ചെയ്യുന്ന ലെവലിലേക്ക് ആലോചിക്കാം. പിന്നെ നമ്മൾ പറയുന്ന കണ്ടീഷൻസ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തെരുവ് കച്ചവടക്കാരെ ആ ഭാഗത്ത് അനുവദിച്ചാൽ മതി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും, റോഡിലേക്ക് ഇറക്കി വെക്കുന്ന കാര്യങ്ങളും മറ്റുമൊക്കെ. അപ്പോൾ അമ്പലം കമ്മിറ്റി പ്രതിനിധികളും നമ്മുടെ ഹെൽത്ത് ടീമുമായിട്ട് സംസാരിച്ച ശേഷം മാത്രം തെരുവ് കച്ചവടക്കാരെ ആ ഭാഗത്ത് അനുവദിച്ചു. സൗത്ത്
Main gate, last time it was a pressure point. A lot of people, pilgrims will be coming to the main gate and there is a step-like situation. That will require some help from your side. We'll be giving some suggestions how we can ensure the smooth crowd movement there. So the main gate area is one of the concerns, and also the queue for the darshan ban. So there is a huge queue and people have to stand in the sunlight and it will be very warm in March. So that cover, if it can be avoided, and some pakka barricading can be done. So these two things will be required for smooth management of the crowd. So that we will get in touch, we will provide some solution. ഓക്കെ, ഈ നേരത്തെ പോലീസിന്റെ പറഞ്ഞ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ നമുക്ക് കുറച്ച് MLCPകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ MLCPകളെല്ലാം പരമാവധി ഇപ്പോൾ പാളയത്തെ 300ഓളം പാർക്കിംഗ് നമുക്ക് MLCPയിൽ കഴിയും. ഇപ്പോൾ കുറേ വാഹനങ്ങൾ അവിടെ കൊണ്ടുവരാൻ കഴിയും. നമ്മുടെ ഓഫീസിൽ ഒരു 100 വാഹനങ്ങൾ പറ്റും. അതുപോലെ പുത്തരിക്കണ്ടമായിട്ടുണ്ട്. അപ്പോൾ നിയർ ബൈ ആയിട്ടുള്ള ഇത്തരം സ്ഥലങ്ങളെല്ലാം, പിന്നെ നമ്മുടെ പൂജപ്പുര ഗ്രൗണ്ട് നമ്മൾ പുത്തരിക്കണ്ടവും വിട്ടുതരാം. അപ്പോൾ വലിയ വാഹനങ്ങളൊക്കെ അവിടെ പാർക്ക് ചെയ്യാൻ കഴിയും. അത്യാവശ്യം എല്ലാം KSRTC ആണ്. സാർ, ക്ഷേത്രത്തിലെ സെക്രട്ടറി ഒരു ആവശ്യം പറഞ്ഞിട്ടുണ്ട്. അതായത് മറ്റുള്ള വാർഡ് ഓരോരുത്തരായിട്ട് അവരുടെ സജഷൻ പറഞ്ഞോളൂ. മീന, അവരുടെ ഉദ്യോഗസ്ഥരുടെ ജോലിയല്ല അത് നാട്ടുകാരോട് പറയുന്നത്, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ ഉൾപ്പെടെയുള്ള കൗൺസിലേഴ്സ് ചെയ്യേണ്ടത്. അവരവരുടെ വാർഡിൽ സരിത ഉൾപ്പെടെ വീട്ടിലിരിക്കുന്ന വേസ്റ്റിൽ കൊണ്ടിടരുത്. പൊങ്കാലയ്ക്ക് അടുപ്പ് കൂട്ടുന്നത് അതിൻ്റെ വിറവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ. അത് ഉദ്യോഗസ്ഥരുടെ ജോലിയല്ല, അത് നമ്മൾ ചെയ്യണം. ഓക്കെ, സെക്രട്ടറി ഇപ്പോൾ പറഞ്ഞത് കൗൺസിലേഴ്സ് മുൻകൈ എടുത്തുകൊണ്ട് ഈ അപകടം ഒഴിവാക്കാൻ വേണ്ടി കളക്ഷൻ ഡ്രൈവ് വയ്ക്കുക. നിങ്ങൾ ജനുവരിയിൽ ഫെബ്രുവരിയിൽ ഓരോന്ന് വയ്ക്കുക. വച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എടുത്തു മാറ്റാമല്ലോ. കോർപ്പറേഷൻ മുൻകൈ എടുത്തുകൊണ്ട് അപ്പോൾ നമുക്ക് മാറ്റാമല്ലോ. അത് നമുക്ക് തന്നെ മുൻകൈ എടുത്ത് നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, അതെ അതെ, അതിനു മുമ്പ് അത് മാത്രം പറയുക. മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമസ്കാരം. നിങ്ങൾ ക്ലീൻ ചെയ്യുമെന്ന് പറഞ്ഞ സിമി ജോസ് പറഞ്ഞ സിമി ഈ പറഞ്ഞ ഇതിലുണ്ട്. അമ്പലത്തറ പറഞ്ഞതിലേ മൈനർ ഇറിഗേഷൻ നേരത്തെ ക്ലീൻ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, ആ തോട് ഇവർ പറഞ്ഞതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സിമി പറഞ്ഞതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എല്ലാ ഭാഗവും വൃത്തിയാക്കാൻ പറ്റത്തില്ല. നമുക്ക് ഒരു 2-3 കിലോമീറ്റേഴ്സ് വൃത്തിയാക്കാൻ പറ്റുള്ളൂ. അത് മഴയില്ലെങ്കിൽ പോലും നിറഞ്ഞു നടക്കുന്ന ഒരു സാഹചര്യം. ഫുള്ള് ബ്ലോക്കായി കിടക്കുക. നിങ്ങൾ എത്രത്തോളം ചെയ്യാൻ സാധിക്കുമോ നോക്കുക. ഓക്കെ, സീവേജിൻ്റെ ആണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. ബക്കറ്റ് ക്ലീനിങ്ങും ജെറ്റ് ക്ലീനിങ്ങും ഏറ്റവും ലാഭിക്കാനായിട്ട് പറയണ്ട. അത് ഇപ്പോഴത്തെ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ബാക്കി റോഡുകളുടെയും ഒക്കെ എല്ലാം പൊട്ടിപ്പൊളിയും. അത് ചെയ്ത് കഴിയുമ്പോൾ എല്ലാം പൊളിച്ചിട്ടിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പം കണ്ടിന്യൂറ്റി ഉണ്ടാവണം. ചിലയിടത്ത് നമ്മളൊരു വാർഡ് പറയുമ്പോൾ ആ വാർഡിൻ്റെ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിന് മുന്നേ ഉള്ള ഭാഗമൊന്നും ചെയ്യാറില്ല. അങ്ങനെ വരുമ്പോൾ കരമന കാലടി പ്രദേശങ്ങളിലൊക്കെ എപ്പോഴും ആ പൊങ്കാല വരുന്ന സമയങ്ങളിൽ രാത്രിയൊക്കെ ഇതിനെ വിളിച്ച് പറയാനേ സമയം കാണുള്ളൂ. അപ്പോൾ അത് കുറച്ച് നേരത്തെ ഒന്ന് ചെയ്ത് കിട്ടിയാലേ പറ്റുള്ളൂ. പിന്നെ നമുക്ക് നിയറസ്റ്റ് വാർഡുകളിൽ ഫണ്ട് ഉണ്ടെങ്കിലും ഈ 2025-26 പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യേണ്ടുന്ന വർക്കുകൾ റോഡിൻ്റെ കുറച്ച് എന്തായാലും മാർച്ചിന് മുമ്പേ തീർക്കണം. അത് അടിയന്തിരമായിട്ടൊന്ന് പരിഗണിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പോർട്ട് ഹോൾ സംവിധാനം വെച്ചിട്ട് ഏതെങ്കിലും കുഴിയുണ്ടെങ്കിൽ അത് എല്ലാവരും നിരന്ന് വരികയും റോഡിൽ കച്ചവടം ചെയ്യുകയും ചെയ്യുമ്പോൾ സ്ലാബുകൾ പൊട്ടിക്കിടക്കുകയൊക്കെ ആണെങ്കിൽ വീണ് പോകും. അപ്പം അതും ചെറിയ യാത്ര ചെയ്യുമ്പം ചെറിയ കുഴികൾ റോഡിലുണ്ടെങ്കിലും അതിപ്പോൾ പോർട്ട് ഹോൾ സംവിധാനം നമ്മുടെ നഗരസഭയുടെ റോഡിലും കൂടി ഒന്ന് സംവിധാനം ഏർപ്പെടുത്തിയാൽ അത് കൊള്ളാമായിരുന്നു എന്നാണ്. ഒരേ ഒരു കാര്യം പറയാനുള്ളൂ. മറ്റൊരു വാർത്തയുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.